ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞങ്ങളെ പിക്നിക്കിന് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി മോചിപ്പിച്ച ഒരു കഥയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കോളേജിൻ്റെ മേൽവാഹനമായ സ്കൂൾ ബസ്സിൽ ഞങ്ങൾ എല്ലാവരെയും അങ്ങോട്ട് പറക്കിയിട്ടിട്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങളെ സ്കൂൾ ബസ് കൊണ്ട് അങ്ങോട്ട് ഇറക്കി വിട്ടു. അപ്പോൾ ഈ ബസ്സിൽ ലാസ്റ്റ് സീറ്റിൽ പോയിരുന്ന ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് ഭയങ്കര അലമ്പായിരുന്നു. കാരണം ഓരോ പാട്ട് ഡ്രൈവർ അണ്ണൻ വെക്കും. അങ്ങനെ ഞങ്ങളത് കേട്ട് അങ്ങോട്ട് തുള്ളി അർമാദിക്കുകയായിരുന്നു. ഞാനല്ല, അവൾമാർ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനായി ഗൈസ്. അങ്ങനെ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളെ അവിടെ ഇതൊക്കെ വളരെ ഓക്കെ ആയിട്ടുള്ള ഞങ്ങളെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും ഒരു ഗ്രൗണ്ട് പോലെ, ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. നല്ലതായിരുന്നു ആ ഒരു സ്ഥലം. പക്ഷെ അത് അത്രയ്ക്ക് സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അനങ്ങാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. ഇതൊക്കെ വളരെ ഓക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ വെള്ള മനുഷ്യരെ കണ്ടു. പിന്നെ ഞങ്ങളും വെള്ളയായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഇടണമെന്ന്. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വെള്ള മനുഷ്യരൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളോടും പറഞ്ഞു പുറകെ നടന്നോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളും അറിയുന്നില്ല ഈ നടക്കം ഇവിടേക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നതെന്ന്. അങ്ങനെ ഒരു 5 മണിക്ക് തുടങ്ങിയ നടത്തം ഒരു 20 കിലോമീറ്റർ നടന്നു ഗൈസ്. അങ്ങനെ 6 മണി 7 മണി 8 മണിയായിട്ടും ഞങ്ങൾ എവിടെയും എത്തുന്നില്ല. ഫോറസ്റ്റിൽ കൂടെ പോയി, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാതെ ഏതൊക്കെയോ വഴി കൂടെ പോയപ്പോൾ കുറേ പേര് കൂടെ ഉണ്ടായിരുന്നു. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആരുമില്ല. പിന്നെ ഞാനും അന്മരിയും ഫോറസ്റ്റിൻ്റെ നടുക്ക് ഒറ്റയ്ക്കൊക്കെ ആയി. പിന്നെ ഏതോ അണ്ണന്മാരും അക്കമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിസലിനെ വഴിക്ക് വെച്ച് കിട്ടി. അങ്ങനെ ഞങ്ങൾ കരഞ്ഞൊന്നുമില്ല, പക്ഷേ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ. മൂഞ്ച് വ്ളോഗ്.